യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി. ഒരു വർഷത്തെ മുന്നറിയിപ്പുകൾക്ക് ശേഷം ജനുവരി 22-ന് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തുകടന്നു. 2025 ജനുവരി 20-ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് WHO വിടാനുള്ള US പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു വർഷം നീണ്ടുനിന്ന ഈ പ്രക്രിയയ്ക്കിടെ അമേരിക്ക താഴെ പറയുന്ന നടപടികൾ സ്വീകരിച്ചു. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഫണ്ടിംഗ് നിർത്തിവച്ചു. വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ നിന്നും എല്ലാ ഉദ്യോഗസ്ഥരെയും പിൻവലിച്ചു. മുമ്പ് WHO വഴി നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളുമായും സംഘടനകളുമായും നേരിട്ടുള്ള ഉഭയകക്ഷി ഇടപാടുകളിലേക്ക് മാറ്റി. മറ്റ് രാജ്യങ്ങൾ, സ്വകാര്യ മേഖലകൾ, സന്നദ്ധ സംഘടനകൾ, മതവിശ്വാസത്തിലധിഷ്ഠിതമായ സ്ഥാപനങ്ങൾ എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ആഗോള ആരോഗ്യ മേഖലയിലെ നേതൃത്വം അമേരിക്ക തുടരും. പിന്മാറാനുള്ള കാരണങ്ങൾ: COVID-19 പ്രാരംഭഘട്ടത്തിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ WHO താമസം വരുത്തിയെന്നും ഇത് ലോകത്തിന് നിർണായകമായ ആഴ്ചകൾ നഷ്ടപ്പെടുത്തിയെന്നും US ആരോപിച്ചു. വൈറസ് ഉദ്ഭവ റിപ്പോർട്ട്: വൈറസ് ശാസ്ത്രജ്ഞർ നിർമ്മിച്ചതാകാനുള്ള സാധ്യത WHO റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. എന്നാൽ ഇതിനാവശ്യമായ ജനിതക വിവരങ്ങളോ വുഹാൻ ലാബിലെ വിവരങ്ങളോ നൽകാൻ ചൈന തയ്യാറായിരുന്നില്ലെന്ന് US ചൂണ്ടിക്കാട്ടി. അടിയന്തരമായി നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾ നടത്തുന്നതിൽ WHO പരാജയപ്പെട്ടു. അംഗരാജ്യങ്ങളുടെ അനാവശ്യമായ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ WHOയ്ക്ക് കഴിയുന്നില്ലെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തി. ലോകാരോഗ്യ സംഘടനയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ് അസസ്ഡ് കോൺട്രിബ്യൂഷൻ: രാജ്യത്തിൻ്റെ GDPയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന വിഹിതം. വോളണ്ടറി കോൺട്രിബ്യൂഷൻ: അംഗരാജ്യങ്ങളും മറ്റ് പങ്കാളികളും നൽകുന്ന സ്വമേധയാ ഉള്ള സംഭാവനകൾ. അസസ്ഡ് കോൺട്രിബ്യൂഷൻ ആകെ ബജറ്റിൻ്റെ 20-ൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. വോളണ്ടറി കോൺട്രിബ്യൂഷൻ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ 3/4 വരും. ഇത് UN ഏജൻസികൾ, സ്വകാര്യ മേഖലകൾ, ഫൗണ്ടേഷനുകൾ എന്നിവയിൽ നിന്നും ലഭിക്കുന്നവയാണ്. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്ന ഏക രാജ്യം അമേരിക്കയാണ്. പ്രതിവർഷം $111 മില്യൺ അസസ്ഡ് കോൺട്രിബ്യൂഷനായി നൽകുന്നു. ഏകദേശം $570 മില്യൺ പ്രതിവർഷം സ്വമേധയാ ഉള്ള സംഭാവനയായി നൽകുന്നു. കാലക്രമേണ ബില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്ക നൽകിയിട്ടുള്ളത്. ഇതിൽ പലപ്പോഴും മറ്റ് പല രാജ്യങ്ങളുടെയും ആകെ തുകയേക്കാൾ കൂടുതലാണ്. പരാക്രം ദിവസ്: നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷികം സർക്കാർ പരാക്രം ദിവസ് ആയി ആഘോഷിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യയുടെ അതിർത്തികൾക്ക് പുറത്തേക്ക് എത്തിച്ച അപൂർവ നേട്ടം കൈവരിച്ച നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മകമായ ജയ് ഹിന്ദ് എന്ന വാക്ക് ഒരു ദേശീയ മുദ്രാവാക്യമായി മാറി. 1897 ജനുവരി 23-ന് ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചു. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 4ാം റാങ്ക് നേടി. 1921 ഏപ്രിലിൽ ICS രാജിവെച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. കൊൽക്കത്തയിൽ വെച്ച് ചിത്തരഞ്ജൻ ദാസിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം ബോസിനെ തൻ്റെ യുവ ലഫ്റ്റനൻ്റായി സ്വീകരിച്ച് നിരവധി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. 1924-ൽ കൊൽക്കത്ത കോർപ്പറേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 1924 ഒക്ടോബർ 25-ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും റങ്കൂണിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. സമാന്തര സർക്കാർ വാദം: 1929-ലെ ലാഹോർ കോൺഗ്രസിൽ രാജ്യത്തൊരു സമാന്തര സർക്കാർ സ്ഥാപിക്കണമെന്ന പ്രമേയം അദ്ദേഹം അവതരിപ്പിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. 1938-ലും 1939-ലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ മഹാത്മാഗാന്ധിയുമായും മറ്റ് നേതാക്കളുമായും അഹിംസാ മാർഗത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. 2ാം ലോക മഹായുദ്ധ സമയത്ത് അച്ചുതണ്ട് ശക്തികളുടെ പിന്തുണയോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 1941-ൽ ഇന്ത്യയിലെ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലെത്തി അഡോൾഫ് ഹിറ്റ്ലറുടെ സഹായം തേടി. 1943-ൽ റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. സിംഗപ്പൂർ ആസ്ഥാനമായി ആസാദ് ഹിന്ദ് ഫൗജ് സംഘടിപ്പിക്കുകയും അതിൻ്റെ സുപ്രീം കമാൻഡറാകുകയും ചെയ്തു. ജപ്പാൻ, ജർമ്മനി, ഇറ്റലി ഉൾപ്പെടെ 9 രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ താൽക്കാലിക ഗവൺമെൻറ്റിനെ അംഗീകരിച്ചു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ആഹ്വാനത്തിലൂടെ അദ്ദേഹം സൈന്യത്തെ ഉത്തേജിപ്പിച്ചു. 1944 ജനുവരിയിൽ INA ആസ്ഥാനം റങ്കൂണിലേക്ക് മാറ്റി.
ചലോ ഡൽഹി എന്ന മുദ്രാവാക്യവുമായി 1944 ഫെബ്രുവരി 4-ന് അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു. 1944 മാർച്ച് 18-ന് സൈന്യം ബർമ അതിർത്തിയിൽ കടന്ന് ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ നിലയുറപ്പിച്ചു. ഇംഫാലിൽ നിന്ന് 3 മൈൽ വരെയും അവർ എത്തിയെങ്കിലും വ്യോമ പ്രതിരോധത്തിൻ്റെ അഭാവത്താൽ അസം മേഖലയിലേക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. ലോർഡ് മൗണ്ട് ബാറ്റൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന വ്യോമസേനയുടെ സഹായത്തോടെ ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ മുന്നേറ്റം തടഞ്ഞു. 1945 ഓഗസ്റ്റ് 18-ന് തായ്വാനിലുണ്ടായ വിമാനാപകടത്തിൽ അദ്ദേഹം അന്തരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം പലപ്പോഴും വലിയ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമാണ്. നിരവധി അന്വേഷണങ്ങൾ നടന്നെങ്കിലും മരണത്തിൻ്റെ കൃത്യമായ സാഹചര്യങ്ങൾ ഇന്നും ദുരൂഹമായി തുടരുന്നു.